എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അടിണ്ടാക്കണത്? ഞാൻ ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ളൂ. സ്കൂളാണ് എല്ലാവരും തല്ലിവിടണം, കുറച്ച് ആൾക്കാർ വെറുതെ തല്ലിവിടണം. ഞാൻ റീൽസിലും കാണുമ്പോൾ വെറുതെ ഇരുന്ന് തല്ലിവിടണം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അടിണ്ടാക്കണത്? കൊടുക്കണ ആൾക്ക് മിസ്സുമാരിങ്ങനെ തല്ലും, മിസ്സുമാർക്കും സങ്കടമാവും. അടി കിട്ടണ ആൾക്കോ ഓനക്കും സങ്കടമായിട്ട് ഉപ്പാനോടും ഉമ്മാനോടും പറയും. ഇങ്ങനെ അടി കൂടിയിട്ടൊരു കാര്യമല്ല. അടി കൊടുക്കുന്നവർക്ക് മിസ്സുമാരും സാറുമാരും ചീത്ത അറിയും. അപ്പൊ ഓർക്കൊരു സങ്കടം. അടി കിട്ടിയ എനിക്ക് ഉപ്പാനോടും മേത്ത് വരുത്തായിട്ട് ഉപ്പാനോടും ഉമ്മാനോടും പറയും. അപ്പൊ ഓർക്കൊരു സങ്കടം. അപ്പൊ എല്ലാവർക്കും ഒരു സങ്കടം. നിങ്ങൾ എന്തിനു തല്ലുകൂടണേ? തല്ലു കൂടാണ്ടിരിക്കാൻ ഒരു 2 മാർഗം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരാളെ തല്ലാൻ പോണതിന്റെ മുമ്പ് 3 സെക്കൻഡ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ശരിക്കും ആരെങ്കിലും തല്ലിയിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ക്ലാസ്സിൽ മെയിൻ ആവുന്നവർക്കും വിചാരം, പക്ഷെ മെയിൻ ആവൂല, താഴുള്ള ചെയ്യാം. അങ്ങനെ അടി ഉണ്ടാക്കണ പോലെ ആർക്കും ഇഷ്ടമുണ്ടാവൂല. ഉമ്മാക്കും ഉപ്പാക്കും മിസ്സും സാറുമാർക്കും ഒന്നും ഇഷ്ടമുണ്ടാവൂല. അങ്ങനെ 3 സെക്കൻഡ് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. എന്ത്, നിങ്ങൾക്ക് തല്ലണോ വേണ്ടേന്ന് ഒരു 3 സെക്കൻഡ് ആലോചിച്ചാൽ ഒരു ക്ലാരിറ്റി കിട്ടും. രണ്ടാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ ആരെങ്കിലും തല്ലാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി കഴിച്ചിലാവുക, അല്ലെങ്കിൽ മിസ്സുമാരോട് പറയാം. അപ്പൊ ഗായ്സ്, എല്ലാവരും അടി ഉണ്ടാക്കാണ്ടിരിക്കുക. അപ്പൊ തന്നെ എല്ലാവർക്കും സമാധാനവും പിന്നെ ഹാപ്പി ആവും. എനിക്കിപ്പോൾ വീടെടുക്കാനിപ്പോൾ ഇതില്ല, മൂടില്ല. എല്ലാവരും അടി ഉണ്ടാക്കണ കണ്ടിട്ട് മൂടില്ല. അപ്പം നാളത്തെ കണ്ടന്റിൽ കാണാം. ബൈ ബൈ.